പ്ലാൻ ബി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. അതുകൊണ്ടെങ്കിൽ 4 പെൺകുട്ടികൾ ചേർന്ന് നടത്തിക്കൊണ്ട് പോകുന്നതായിരുന്നു. സോ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഖദീജ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ പെട്ടെന്ന് കാണാതായി. എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. അവരെവിടെ പോയെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദ്യങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു. സത്യത്തിൽ ഇവർ 4 പേരും ഉണ്ടെങ്കിൽ മരുമക്കളായിരുന്നു. ഇവർ 4 പേരും കൂടെ ചേർന്നിട്ടായിരുന്നു ഇതേ കണക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടേ ഇരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഈ ഖദീജ മിസ്സായി. എന്ത് പറ്റിയെന്ന് ഒരു കാര്യം ഇവരൊന്നും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ ഇരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുന്ന അവസാനം ഇവർ 3 പേരും ഉണ്ടെങ്കിൽ എന്തോ നടന്ന കാര്യം എന്ന് തുറന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഖദീജ എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടെങ്കിൽ വേറെ ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്നുള്ളൊരു കാര്യമാണ് ഇത് കണക്ക് വെളിയിൽ വന്നിരിക്കുന്നത്. ബാക്കി 3 പേർക്കും അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാൻ താല്പര്യമില്ലെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ജഫാർ ഈ ഖദീജയുടെ ഭർത്താവായിരുന്നു. അദ്ദേഹം ഉണ്ടെങ്കിൽ വേറെ 2ാമത് കല്യാണം കഴിച്ചെന്നുള്ള ന്യൂസും വെളിയിൽ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇവർ ഇത് കണക്ക് Q&A ആയിട്ടൊക്കെ വരുമ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതേ കണക്ക് ഖദീജ തിരിച്ചു വന്നോ, എന്താണ് പറ്റിയെന്നുള്ള രീതിയിൽ പിന്നെയും ആൾക്കാർ ചോദിക്കുന്നതിന് പിന്നെ ഇവർ മറുപടി പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ് ഇനി ഇതിനെപ്പറ്റി ചോദിക്കില്ല, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ലെന്നായിരുന്നു അവർ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.